ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ കറിയാണ്. പരിപ്പും ചീരയും വെച്ചുള്ള ഒരു ചാറ് കറി. ഞാൻ ഹസീന നാസർ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും എല്ലാം കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇത്. നമുക്കങ്ങനെ ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഈ കറി വെക്കുന്നത് മൺചട്ടിയിലാണ്. ഇതുപോലുള്ള നാടൻ കറികളൊക്കെ മൺചട്ടിയിൽ തന്നെ വെക്കുന്നതാണ് നല്ലത്. അരക്കപ്പ് തുവരപ്പരിപ്പ് കഴുകി ക്ലീനാക്കി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 2-3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതാണ്. പരിപ്പ് കുതിർക്കാതെ ചട്ടിയിലിട്ട് വേവിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല, അല്ലെങ്കിൽ കുക്കറിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കണം. ഇനി പരിപ്പ് വെന്ത് കിട്ടുന്നതിനാവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പോ പൊടികളോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. വെന്ത് വന്നതിന് ശേഷം മാത്രമേ ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ചട്ടി അടച്ചു വെച്ച് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നത് ചീരയാണ്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല ഫ്രഷ് പച്ചച്ചീരയാണ്. പച്ചച്ചീര തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ചുവന്ന ചീരയാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ അതാണേലും മതി. ഈ കറിയിൽ ചേർക്കുന്നതിനായിട്ട് ചീര കുറച്ച് വലുതായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. തോരൻ അരിയുന്നത് പോലെയല്ല, കുറച്ചും കൂടെ വലിയ പീസാക്കി വേണം അരിഞ്ഞെടുക്കാൻ. കണ്ടില്ലേ, ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി വേണം അരിഞ്ഞെടുക്കാൻ. ചീരയെല്ലാം അരിഞ്ഞെടുത്ത സമയം കൊണ്ട് പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പ് വെന്ത് ഉടഞ്ഞു പോകാതെ വേണം വേവിച്ചെടുക്കാൻ. പരിപ്പ് ഇതുപോലെ വേണം വേവിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയില ചേർത്ത് കൊടുക്കാം. ചീരയിലയെല്ലാം തവി കൊണ്ട് ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. ആവി കയറി വെന്ത് വരുന്നതിന് വേണ്ടി അടപ്പ് വെച്ച് ഒന്ന് അടച്ചു കൊടുക്കാം. ഈ സമയം കൊണ്ട് കറിയിലേക്ക് ചേർക്കാനായിട്ട് ഒരു അരപ്പ് റെഡിയാക്കാം. മിക്സിയുടെ ചെറിയ ജാറിൽ അരമുറി തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എരിവിന് വേണ്ടി ഞാൻ കാന്താരിമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ഈ കാന്താരിമുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് 3-4 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് തേങ്ങ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. തേങ്ങ നല്ല ഫൈനായിട്ട് അരയണ്ട, ചെറിയ ഒരു തരുതരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാൻ. ഈ സമയം കൊണ്ട് പരിപ്പിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത ചീരയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പിനിയും ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. എരിശ്ശേരിക്കൊക്കെ നമ്മൾ അരയ്ക്കത്തില്ലേ, അതിലും കുറച്ചും കൂടി അരയ്ക്കണം. അരപ്പെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം ജാറ് കഴുകിയ വളരെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പരിപ്പും ചീരയും കൊണ്ടുള്ള കറി ചാറോടുകൂടി വെക്കുന്നതിലും നല്ലത് കുറച്ച് കുറിയ ചാറോടുകൂടി വെക്കുന്ന കറിയാണ് കൂട്ടാൻ നല്ലത്. അതുകൊണ്ട് ചാറിൻ്റെ അനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇനി കറി ഒന്ന് തിളച്ച് വരണം. അതിനായിട്ട് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ഇത് കേട്ടോ. ചോറിന് മാത്രമല്ല, അപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാം കൂട്ടിക്കഴിക്കാൻ നല്ലതാണ്. വെള്ളമൊന്നും കൂടി പോകാതെ നല്ല കറക്റ്റ് പരുവത്തിന് കറി കിട്ടിയിട്ടുണ്ട്. കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ചട്ടി സ്റ്റൗവിൽ നിന്ന് മാറ്റി കൊടുത്തിട്ട് കടുക് താളിക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിക്ക് പകരം ഉഴുന്ന് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അരിയെല്ലാം ഒന്ന് മൊരിഞ്ഞ് വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. മുളകും കറിവേപ്പിലയും ഒക്കെ മൂത്ത് വന്നു കഴിയുമ്പോൾ ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു നാടൻ കറിയാണ് ഇത്. നിങ്ങളും ഇതൊന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.